പാലക്കാട് നിന്ന് ചാവക്കാട്ടേക്ക് കടൽ കാണാനായി 4 കൗമാരക്കാർ പുറപ്പെടുന്നു. ഈ സംഭവം അവർ വീട്ടുകാരോടോ കൂട്ടുകാരോടോ പങ്കുവയ്ക്കുന്നില്ല. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ 4 പേരുടെ ഫോണുകൾ പോലീസ് പരിശോധിക്കുന്നു. അവർക്ക് ആ ഫോണുകളിൽ നിന്ന് ഒരു വെർച്വൽ ഗെയിം കണ്ടുകിട്ടുന്നു. അതാണ് ബ്ലൂ വെയിൽ. 50 ഘട്ടങ്ങളുള്ള ബ്ലൂ വെയിൽ ഗെയിമിന്റെ ഏതോ ഘട്ടത്തിൽ ഈ യുവാക്കൾക്ക് കിട്ടിയ ടാസ്കാണ് പോലും കടൽ കാണുക. ഒരു സിനിമാ കഥ പോലെ തോന്നിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യമാണിത്. ഏറെ ചതിക്കുഴികളുള്ള സൈബർ ലോകത്തെ ഇന്നത്തെ പേടി സ്വപ്നമാണ് ബ്ലൂ വെയിൽ എന്ന ഗെയിം. അതെ, ശരിക്കും ഒരു മരണക്കളി. ലോകത്താകമാനം ബ്ലൂ വെയിൽ ഗെയിമിനാൽ കൊല്ലപ്പെട്ടത് 200-ലേറെ പേർ. 50ഓളം രാജ്യങ്ങൾ ഈ ഗെയിം പൂർണ്ണമായും നിരോധിച്ചു. ഇന്ത്യയിൽ 10,000-കണക്കിന് പേർ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും 2000-ഓളം പേർ ഈ ബ്ലൂ വെയിൽ ഗെയിമിന് അടിമയാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. 2014-ൽ റഷ്യയിലാണ് ഈ ഗെയിം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഫിലിപ്പ് ബുഡീക്കിൻ എന്ന വ്യക്തിയാണ് ഈ ഗെയിം ഉണ്ടാക്കിയത്. വെറും 21 വയസ്സുകാരനായ ബുഡീക്കിൻ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്ര പഠനത്തിനിടയിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. സമൂഹത്തിലെ ജൈവ മാലിന്യങ്ങളെ തുടച്ചു നീക്കാനാണ് താൻ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടാക്കിയത് എന്നാണ് ബുഡീക്കിൻ പറയുന്നത്. അതായത് ഭൂമിക്ക് ഭാരമായുള്ളവരെ എല്ലാം തുടച്ചു നീക്കാനാണ് ഈ ഗെയിം എന്ന് സാരം. 2015 മുതൽ 2016 മാർച്ച് വരെ 150ഓളം കൗമാരക്കാരാണ് റഷ്യയിൽ ഈ ഗെയിമിനാൽ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബുഡീക്കിൻ ഇപ്പോൾ റഷ്യൻ അധികൃതരുടെ കസ്റ്റഡിയിലാണ്. ബ്ലൂ വെയിൽ എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന ഗെയിം ആ പേരിൽ മാത്രമല്ല പ്രചരിക്കുന്നത്. ദ സൈലന്റ് ഹൌസ്, ദ വെയിൽസ് ഇൻ സീ, ഇങ്ങനെ പല പേരിൽ പ്രചരിക്കുന്നു. ബ്ലൂ വെയിലിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കും മുമ്പ് 3 തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. 1. സാധാരണ ഗെയിമുകൾ പോലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമുകളല്ല ബ്ലൂ വെയിൽ ഗെയിമുകൾ. 2. എക്സ്ബോക്സോ പ്ലേ സ്റ്റേഷനോ പോലെ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിലോ ടിവിയിലോ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല ബ്ലൂ വെയിൽ. 3. ഒരു ബ്രൗസറിൽ കയറി ബ്ലൂ വെയിൽ ഗെയിം എന്ന് അടിച്ചു കൊടുത്ത് അതിൽ കിട്ടുന്ന റിസൾട്ടിലെ ലിങ്കിൽ കയറി കളിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഗെയിമുമല്ല ബ്ലൂ വെയിൽ ഗെയിം. ഒരു ലിങ്കോ ഒരു സെർച്ച് ഹിസ്റ്ററിയോ പോലും ഇല്ലാത്ത ഒരു ഗെയിം അപ്പോൾ എങ്ങനെ അപകടകാരിയാവും? ന്യായമായ സംശയമാണ്. അതിലേക്കാണ് ഇനി. ഏതാനും വർഷം മുമ്പ് വളരെ ഹിറ്റായ ഐസ് ബക്കറ്റ് ചലഞ്ചിനെ കുറിച്ച് നമുക്കറിയാം. നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കുകയും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അതിനുവേണ്ടി ചലഞ്ച് ചെയ്യുകയുമായിരുന്നു ഇതിന്റെ രീതി. നല്ലൊരു ലക്ഷ്യവും ലാളിത്യവുമുള്ള ഒരു ചലഞ്ചായിരുന്നു ഇത്. എന്നാൽ ഇതിന്റെ നേർവിപരീതമായി വളരെ ക്രൂരവും വളരെ നിഗൂഢവുമായിട്ടുള്ള ഒരു ചലഞ്ചാണ് ബ്ലൂ വെയിൽ ഗെയിം. സെർച്ച് ചെയ്തു പോലും കിട്ടാത്ത ബ്ലൂ വെയിൽ ഗെയിമുകളുടെ ലിങ്കുകൾ പ്രചരിക്കുന്നത് രഹസ്യ ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളും വഴിയാണ്. ഇത്തരത്തിൽ കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും അതോടുകൂടി ഹാക്ക് ചെയ്യപ്പെടും. അയാളുടെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഇടപാടുകൾ, ഏത് തരത്തിലുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിരീക്ഷിക്കപ്പെടും. ഇതോടെ 50 ലെവലുകളുള്ള ഒരു മരണ ഗെയിമിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ ടാസ്കുകളാണ് ഗെയിം മാസ്റ്റർ എന്ന വ്യക്തി നിങ്ങൾക്ക് നൽകുക. കൈമുറിക്കുക, തീയിൽ കൈവയ്ക്കുക, ഇങ്ങനെയുള്ള ചെറിയ ടാസ്കുകൾ പുരോഗമിച്ച് 15ാമത്തെ സ്റ്റെപ്പിലെത്തുന്നതോടെ കളിക്കുന്ന വ്യക്തി പൂർണ്ണമായും ഗെയിം മാസ്റ്ററുടെ അടിമയായി മാറും. ഒരു വെർച്വൽ മുതലാളിയുടെ അടിമയായി മാറുന്ന ഈ വ്യക്തി ഗെയിമിന്റെ 50ാം സ്റ്റെപ്പിലെത്തുമ്പോൾ സ്വന്തം ജീവിതം തന്നെ ഈ മുതലാളിക്കായി ഹോമിക്കും. ഇതിനിടയിൽ അപകടം മനസ്സിലാക്കി ഈ വ്യക്തി ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ ഹാക്ക് ചെയ്തു വെച്ച വിവരങ്ങൾ വച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തും. ഇതോടെ പൂർണ്ണമായും ഗെയിമിൽ തുടരാൻ ഇയാൾ നിർബന്ധിതനാവും. എന്തു പറഞ്ഞാലും ആത്യന്തികമായി ഇതൊരു ആത്മഹത്യയിലേക്ക് തന്നെയാണ് നീങ്ങുക. വൈമാനികനാകാൻ കൊതിച്ച മൽപ്രീത് എന്ന 14-കാരൻ മുംബൈയിലെ സ്വന്തം ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത് ഈ ഗെയിം മൂലമാണ്. ഈ മരണത്തോടുകൂടിയാണ് ബ്ലൂ വെയിൽ ഗെയിം ഇന്ത്യയിൽ കൂടുതൽ ചർച്ചയായത്. എന്തുകൊണ്ടാണ് കുട്ടികളും കൗമാരക്കാരും മാത്രം ഈ ഗെയിമിന് ഇരയാകുന്നത്? അതിന് മനഃശാസ്ത്രജ്ഞർ നൽകുന്നത് 3 കാരണങ്ങളാണ്. 1. പ്രായം. നിരോധിക്കപ്പെട്ടതെന്തോ അത് ചെയ്യുമെന്നത് കൗമാരപ്രായത്തിന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്യന്തം അപകടകാരിയായ ബ്ലൂ വെയിൽ ഗെയിമിലേക്ക് ഈ കൗമാരക്കാർ ആകർഷിക്കപ്പെടുന്നത്. 2. വീട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഉണ്ടാകുന്ന അവഗണന. ഈ അവഗണനയെ മറികടക്കാൻ വേണ്ടി സാഹസികമായോ താൻ തെളിയിക്കപ്പെടുവാനോ എന്തൊക്കെയോ ചെയ്യണമെന്ന ബോധം കൗമാരക്കാരിൽ ഉണ്ടാകുകയും
അവർ ഇത്തരം ഗെയിമുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. 3. സാഹസികതയോടുള്ള പ്രണയം. ഈ സാഹസികമായിട്ടുള്ള കൃത്യമാണ് ബ്ലൂ വെയിൽ ഗെയിം എന്ന് കമ്മ്യൂണിറ്റികളിൽ പ്രചരിക്കുന്നതോടെ അതിലേക്ക് കൗമാരക്കാർ ആകർഷിക്കപ്പെടുന്നു. ഇത്രയും അപകടകാരിയായ ഗെയിമാണ് ബ്ലൂ വെയിൽ എന്ന് നിരന്തരം വാർത്തകൾ വന്നിട്ടും യുവാക്കൾ എന്തുകൊണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു? ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ക്രൂരതകളും തലവെട്ട് ഫോട്ടോകളും യൂറോപ്യൻ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയ കാലത്താണ് യൂറോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പോയത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ബ്ലൂ വെയിൽ ഗെയിമിന്റെ കാര്യവും. ഇതിന്റെ സാഹസികത പലരെയും മത്തുപിടിപ്പിക്കുന്നുണ്ട്. കുടുംബങ്ങൾ സമൂഹത്തിന്റെ ആണിക്കല്ലായ ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം ഗെയിമുകൾ വേരുപിടിക്കണമെങ്കിൽ അത് കുടുംബ ശൈഥല്യത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധവൽക്കരണങ്ങളും നമ്മുടെ അറിവുകളും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിയമവും ടെക്നോളജിയും അതിന്റെ പണി ചെയ്യുകയും വേണം.